അസ്സലാമു അലൈക്കും. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻസ് ഉണ്ട്. സോയാബീൻസ് ഇന്നലെ രാത്രി ഞാൻ കഴുകി ബോയിൽ വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ മഞ്ഞളൊക്കെ ഇട്ട് ഇതാക്കിയിട്ട് പിഴിഞ്ഞ് വെച്ചതാണ്. രാവിലെ എല്ലാം കൂടി തിരക്കിട്ട് നടക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ലൊരു സോയാബീൻസിൻ്റെ എന്താണ് ചപ്പാത്തിയിലേക്കുള്ളൊരു പെരട്ട്, സോയാബീൻസിന് ചപ്പാത്തിക്കുള്ള പെരട്ട് എങ്ങനെ നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലിലൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലും കുറച്ച് കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പെരട്ടിയെടുക്കണം. ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. ഇതുപോലത്തെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് വേണ്ട, അപ്പോൾ ചപ്പാത്തി ഉണ്ടാകുമ്പോൾ ചപ്പാത്തി മതിയല്ലോ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കൺ ഒന്നും എല്ലാം അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അപ്പോൾ നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കാനും ഇതുണ്ടാക്കാൻ, ചപ്പാത്തിക്കും ഇന്നലെ രാത്രി കുഴച്ച് വെച്ചു. ചപ്പാത്തിക്കും രാത്രി കുഴച്ചോടെ റെഡിയാക്കി വെച്ചു. രാവിലെ ചിലപ്പോൾ നമ്മളൊരു 55-60 കഴിഞ്ഞവർക്ക് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് വരുമ്പോൾ എല്ലാം കൂടി തിരക്കിട്ട് ചെയ്യേണ്ടത്. പണ്ടത്തെ കാലത്താണ് ഞാൻ ജോലിക്ക് രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? 3 മണിയാകുമ്പോഴും എഴുന്നേൽക്കും. സൗദി അറേബ്യയിൽ ജോലിയാകുമ്പോൾ, ഹോസ്പിറ്റലിൽ ജോലിയാകുമ്പോൾ 7 to 7 ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ഇതാക്കും. നേരത്തെ എഴുന്നേറ്റിട്ട് എനിക്ക് ശീലം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല സുഖമാണ്. നേരത്തെ എഴുന്നേൽക്കും ഞാൻ. പിന്നെ എൻ്റെ വർക്കൗട്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തഹജ്ജുദും ഒക്കെ കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഇപ്പം ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അള്ളാഹു എത്തിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങളും ദുആ ചെയ്യുക. എനിക്കും എൻ്റെ മക്കൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. എല്ലാവർക്കും സമാധാനവും സന്തോഷവും അള്ളാഹു നൽകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോവാം കേട്ടോ. ഓരോന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേണ്ട ഞാൻ സവോള ഇട്ടിട്ടുണ്ട്. സവോള ഇട്ട് 2 മുളകിട്ട്, ഒരു മുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ഇട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം വഴറ്റിയിട്ട് വരണം. നമുക്ക് നല്ലോണം ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. എന്ത് സാധനം വഴറ്റുകയാണെങ്കിൽ കുറച്ച് എണ്ണ മതി. പിന്നെ അതേപോലെ തന്നെ എല്ലാതും പെട്ടെന്നാകും നമുക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ഉണ്ടാക്കേണ്ട സാധനം 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആയി കിട്ടും. അതാണ് ഇരുമ്പ് ചീനച്ചട്ടി യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനകത്ത് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട്. ആരോഗ്യപരമായിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ഈ തക്കാളി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കുക. അപ്പം ഇതിങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഈ തക്കാളി ഇതിനകത്ത് നല്ലോണം അലിഞ്ഞ് വെന്ത് വന്നോളും. നല്ല മഷി പോലെ അലിഞ്ഞ് വരും. അപ്പം ചെറിയ ഫ്ലെയിമിലേക്ക് കൊടുത്തിട്ട് ഇതിങ്ങനെ കടന്ന് വേവട്ടെ കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
പൊടി, ഗരം മസാല, അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചു വെച്ചത്, വലിയ ജീരകം പൊടിച്ചു വെച്ചത്, ഒരു നുള്ള കുരുമുളക്, ഒരു സ്പൂണ് ചിക്കൻ മസാല, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ മസാല നല്ലോണം ആ പച്ച മണം പോകണം കേട്ടോ. അപ്പം നമ്മളത് നല്ലോണം ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് തേങ്ങാപ്പാലും കുറച്ച് കോൺഫ്ലവർ, ഒരു ടീസ്പൂണ് കോൺഫ്ലവറും തേങ്ങാപ്പാലും കൂടി കലക്കി ഒഴിക്കുകയാണ്. കുറച്ച് ചുടുവെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. നന്നായിട്ട് അടി പിടിക്കരുത്. ഇതിപ്പോൾ ചട്ടിയിൽ കുറേ നമ്മൾ ഉണ്ടാക്കുന്ന അടി പിടിക്കില്ല. ഇതിങ്ങനെ നന്നാക്കിയിട്ട് ഇതാക്കി കൊടുക്കണം കേട്ടോ.